പ്രശീദ് എങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നത്? അതെങ്ങനെ നിങ്ങൾ കണ്ടെത്തി? അതൊരു പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഒരു ലോറി നിറയെ തയ്യൽ മെഷീനുകളുമായിട്ട് അവിടെ ഒരു പഞ്ചായത്തിന്റെ ഹാളുണ്ട്, പഞ്ചമി സാംസ്കാരിക സമിതി എന്ന്. ആ പഞ്ചായത്ത് ഹാളിലാണ് ഇത് ഇറക്കി വെക്കാൻ വേണ്ടി BJPയുടെ അരുവിക്കര വാർഡ് മെമ്പർ ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അവിടെ ഇറക്കി വെക്കാൻ വേണ്ടി തയ്യാറായത്. അങ്ങനെ ഇത് അവിടുത്തെ നാട്ടുകാരായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഏതാണ്ട് 80% ഇറക്കി ഹാളിനുള്ളിൽ വെച്ചിരുന്നു. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെടുമ്പോൾ പഞ്ചായത്തിനോട് അനുമതി വാങ്ങാതെയാണ് അനധികൃതമായി പഞ്ചായത്ത് മെമ്പർ ഈ ഹാള് ഇത്തരം ഒരു പ്രവർത്തനത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് എന്നാണ് മനസ്സിലാക്കിയത്. അതനുസരിച്ച് ഞങ്ങൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ടു. അവർ സ്ഥലത്തെത്തി. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരോട് അവർ പറഞ്ഞത് ഇത് നാഷണൽ NGOs കോൺഫെഡറേഷൻ എന്ന് പറയുന്ന നാഷണൽ ലെവൽ പ്രവർത്തിക്കുന്ന NGOമാരുടെ ഒരു കൂട്ടായ്മ ആണ് ഇത്തരത്തിലൊരു ഇത് കൈകാര്യം ചെയ്യുന്നത്. അവരിത് ഇതിനു മുമ്പും ഇത്തരത്തിൽ തയ്യൽ മെഷീനും അല്ലെങ്കിൽ മറ്റു ഗൃഹോപകരണങ്ങളോ മറ്റ് സഹായങ്ങൾ ഈ നാട്ടുകാർക്ക്, ഈ അംഗങ്ങൾക്ക് ഇവർ നൽകിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അറിയാമോ? ഈ പ്രദേശത്ത് അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇതേവരെ ചെയ്തിട്ടില്ല. 2 മാസം മുമ്പാണ് ഇത്തരത്തിൽ ഒരു സംഘടനയുടെ ആളുകൾ അവിടെ ബന്ധപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തന്നെ പറയുന്നത് അദ്ദേഹം 58 പേർക്ക് ഇത് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വന്നത്. 58 അല്ല, യഥാർത്ഥത്തിൽ 165 തയ്യൽ മെഷീനുകളാണ്. അതിന്റെ കണക്കിങ്ങനെയാണ്: 28,000 രൂപ വില വരുന്ന 17 പവർ മെഷീനുകൾ, അതുപോലെ 40 അംബ്രല്ല മെഷീനുകൾ, അത് 13,900 രൂപയാണ് ഒന്നിന്റെ വില. അതുപോലെ 86 തയ്യൽ മെഷീനുകൾ 8,000 രൂപ വിലയുള്ളത്. മറ്റൊന്ന് 8 മോട്ടോറുകളാണ്. ഇത്തരത്തിൽ 163 സാധനങ്ങളാണ് ഇന്ന് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. അത് BJPയുടെ പഞ്ചായത്ത് മെമ്പർ ഷിബുവുമായി ബന്ധപ്പെട്ടാണ് ഇറക്കിയത്. ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് വരുന്ന പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതിന് കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ BJPയുടെ ചില പോസ്റ്റുകൾ മുമ്പുണ്ടായിരുന്നു. 6-ാം തീയതി എറണാകുളത്ത് ഇത്തരത്തിൽ ചില സാധനങ്ങളുടെ വിതരണം അവിടെ BJPയുടെ സംസ്ഥാന നേതാവ് AL രാധാകൃഷ്ണൻ നിർവഹിച്ചുവെന്നും അതിന് അവിടുത്തെ BJPയുടെ നേതാക്കന്മാരുൾപ്പെടെ പങ്കെടുക്കുന്നതിന്റെ ഫോട്ടോസ് ഉൾപ്പെടെയുള്ള പോസ്റ്ററുകൾ വ്യാപകമായി BJP അനുകൂല വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും പ്രചരിപ്പിച്ചിരുന്നു. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ഉള്ളതാണ്. NGO സംഘടന എന്ന് പറയുന്നവർ ഈ മാരീച വേഷം കെട്ടി BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് പാരിതോഷികവും സൗജന്യവും വിതരണം ചെയ്ത് ജനങ്ങളെ ജനാധിപത്യ അവകാശത്തെ വിലക്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളതാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോയതും തെരഞ്ഞെടുപ്പ് തീർച്ചയായും പ്രശീദ്, നിങ്ങളുടെ പരാതി ഫലം കണ്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇടപെട്ട് അതവിടെ തടഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ വർക്കല